ബ്രസീലിലെ ബെലമിൽ നടന്ന UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് സമാപനമായി. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപഭോഗം നിർത്തലാക്കാനുള്ള കരാറിൽ അംഗരാഷ്ട്രങ്ങൾ തമ്മിൽ തർക്കമുണ്ടായതോടെ വിഷയത്തിൽ തീരുമാനമാകാതെ പിരിഞ്ഞു. എന്നാൽ 2035ഓടെ വികസിത രാജ്യങ്ങൾ കാലാവസ്ഥാ പ്രവർത്തനങ്ങൾക്കായി അവികസിത വികസ്വര രാഷ്ട്രങ്ങൾക്ക് പ്രതിവർഷം $1.3 ട്രില്യൺ നൽകണമെന്ന കരാറിൽ എല്ലാ കക്ഷികളും ഒപ്പുവെച്ചു. ഇതിനെ ഇന്ത്യ സ്വാഗതം ചെയ്തു. 2035ഓടെ കാലാവസ്ഥാ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിനായ അഡാപ്റ്റേഷൻ ഫണ്ടിലേക്ക് $135 മില്യൺ പുതിയ പദ്ധതികളും ബെലം ഹെൽത്ത് ആക്ഷൻ പ്ലാനിനായി $300 മില്യൺ പ്രതിനിധികൾ പ്രഖ്യാപിച്ചു. പാരീസ് ഉടമ്പടിയിലെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി രാജ്യങ്ങളെ സജ്ജമാക്കുന്നതിനായി ഗ്ലോബൽ ഇംപ്ലിമെന്റേഷൻ ആക്സിലറേറ്ററും മിഷൻ 1.5 ഡിഗ്രി സെൽഷ്യസ് സംരംഭവും ആരംഭിക്കാൻ ഉച്ചകോടിയിൽ തീരുമാനമായി. അടുത്ത വർഷത്തെ കാലാവസ്ഥാ ഉച്ചകോടി ഓസ്ട്രേലിയയുടെ സഹകരണത്തോടെ തുർക്കിയിൽ നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.